ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് സൂചി ഗോതമ്പ് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുറുക്കുണ്ടാക്കാനായിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം സൂചി ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം കുറുക്കുണ്ടാകണോ അത്രയും സൂചി ഗോതമ്പ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ സൂചി ഗോതമ്പ് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ റാഗിയൊക്കെ ചെയ്യുന്നത് പോലെ കുതിർത്ത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാനായിട്ട് സൂചി ഗോതമ്പ് പറ്റില്ല. ആദ്യം തന്നെ വാഷ് ചെയ്തിട്ട് വേണം കുതിർത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ പാലൊക്കെ പോയി അതിൻ്റെ ഗുണം മൊത്തം പോയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് നേരത്തേക്കൊന്ന് കുതിർക്കാനായിട്ട് വയ്ക്കാം. ഒരു 3 to 4 മണിക്കൂർ വരെയെങ്കിലും നമുക്ക് കുതിർക്കാനായിട്ട് വെക്കണം. അത് കൂടുതൽ വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതാണ്. കുറച്ച് നേരം മുമ്പേ ഞാൻ കുതിരാനായിട്ട് വെച്ചിരുന്ന സൂചി ഗോതമ്പാണിത്. നന്നായിട്ട് കുതിർന്ന് നമുക്ക് അരച്ചെടുക്കാനായിട്ടുള്ള പാകത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സൂചി ഗോതമ്പ് അരച്ചെടുക്കാവുന്നതാണ് മിക്സിയിൽ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സൂചി ഗോതമ്പ് എടുത്ത് കയ്യിലോ തുണിയിലോ പിഴിഞ്ഞ് അതിൻ്റെ പാലെടുക്കാവുന്നതാണ്. ഞാനിവിടെ മിക്സിയിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നമ്മുടെ കുതിർത്ത് വെച്ച സൂചി ഗോതമ്പ് മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാം, അതിൻ്റെ അരച്ചെടുത്തപ്പോൾ അതിൻ്റെ പാലൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഇച്ചിരി വെള്ളം ആഡ് ചെയ്തിട്ട് വേണം അരയ്ക്കാനായിട്ട്. അതിൻ്റെ തരികൾ പോലെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്കിത് നല്ല അരിപ്പയിലിട്ട് അരിച്ചെടുക്കാം. ഞാൻ അരിപ്പയിലിട്ട് അരിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് അതിലെ പാല് മൊത്തം നമുക്ക് അരിപ്പ വഴിയിട്ട് അരിച്ചെടുക്കാവുന്നതാണ്. കൈ കൊണ്ട് പിഴിയുകയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് കൈകൾ കഴുകിയിട്ട് നല്ലപോലെ പിഴിഞ്ഞെടുക്കുക. അപ്പോൾ പിഴിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ പാല് നല്ലപോലെ തെളിഞ്ഞു വരും. അപ്പോൾ അത് നമുക്ക് നേരെ കുറുക്കിയെടുത്താലായിട്ട് മതി. അപ്പോൾ നമ്മൾ സൂചി ഗോതമ്പ് അരിച്ചെടുത്തതാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ ഒന്നുകൂടെ അരിച്ചെടുക്കണം, കാരണം ഇതിൽ എന്തെങ്കിലും തരികൾ ഇനിയും കാണും. അപ്പോൾ ഞാൻ അരിപ്പ വാഷ് ചെയ്തിട്ട് ഒന്നുകൂടെ അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ആക്കുമ്പോൾ ചെറിയ ചെറിയ തരികൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഫുൾ ക്ലിയർ ആയിട്ട് അതിൻ്റെ പാല് നമുക്ക് തവിടൊന്നും ഇല്ലാതെ ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2-3 പ്രാവശ്യം അരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യം നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി അതിൽ തരികളൊന്നും കാണില്ല. നല്ല ക്ലിയർ ആയിട്ടുള്ള പാല് സൂചി ഗോതമ്പിൽ നിന്ന് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറുക്കുണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്കിവിടെ വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. നമുക്കിനി പനങ്കൽക്കണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ശർക്കര പൊടിയോ അല്ലെങ്കിൽ പനങ്കൽക്കണ്ടം പൊടിച്ചതോ ശർക്കരയോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കൽക്കണ്ടം പൊടിക്കാതെ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ വേണമെന്നുള്ളത്. നമ്മൾ കൽക്കണ്ടം പൊടിക്കാതെ ചേർത്താലും അത് കുറുക്കുണ്ടാക്കി വരുമ്പോൾ അതിൽ അലിഞ്ഞു പോയിക്കോളും. അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് കൊടുക്കുമ്പോഴത്തേക്കും മധുരം കുറച്ച് ചേർക്കുന്നതാണ് നല്ലത്. ഞാൻ മീഡിയം മധുരമാണ് കൊടുക്കുന്നത്. അപ്പോൾ എത്രത്തോളം മധുരം ആഡ് ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതനുസരിച്ച് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത് ചേർക്കുക. നമുക്ക് കുറുക്കുണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അടുപ്പിൽ വെച്ചിട്ട് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ലതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കുറുക്ക് അടിയിൽ പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. അപ്പോൾ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. നല്ലപോലെ വെന്ത് വരുന്നത് വരെ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. നന്നായിട്ട് കുറുകി നല്ല കുറുക്ക് പരുവത്തിലായിട്ടുണ്ട്. പക്ഷെ നമുക്ക് കൽക്കണ്ടം അലിഞ്ഞിട്ടില്ല, അത് പയ്യെ അലിഞ്ഞോളും. ഇനി നമുക്ക് ആ കുറുക്ക് ഞാൻ കുറച്ച് മീഡിയം കൺസിസ്റ്റൻസിയിലാണ് കൊടുക്കുന്നത്. ഒരുപാട് കട്ടിയായിട്ടല്ല, ഒരുപാട് വെള്ളം പോലെയല്ല, ഒരു മീഡിയം ആയിട്ടാണ് എപ്പോഴും നമുക്ക് കൊടുക്കാറുള്ളത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് കൺസിസ്റ്റൻസിയിലാണോ കുറുക്ക് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർക്കണോ വേണ്ടിയെന്ന് തീരുമാനിക്കുക. അതിന് ശേഷം ഞാൻ കുറച്ച് ചൂട് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാൽ ആഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്ക് പാല് ചേർത്ത് കൊടുക്കുന്നതാണ് ഇഷ്ടം. നിങ്ങൾക്ക് പാല് ചേർക്കണമെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് നല്ലതുപോലെ ഇളക്കാം. പാൽ ചേർക്കുമ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് എന്തോരം കൺസിസ്റ്റൻസിയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുവരെ നല്ലതുപോലെ ഇളക്കി കുറുക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കുറുക്കിൻ്റെ കൺസിസ്റ്റൻസി. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും ലൂസാക്കണമെങ്കിൽ ചൂടുവെള്ളം പാലും ആഡ് ചെയ്ത് ലൂസാക്കാവുന്നതാണ്.
ഞാൻ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള സൂചി ഗോതമ്പ് കുറുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകളുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടാറ്റാ.